നമ്മളെല്ലാവരും ഓട്ടത്തിലാണ്, സ്പീഡിലുള്ള ഓട്ടം. ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് മറന്നുപോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ രാജ്യം ഇന്ത്യ NCD അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണം ഉണ്ടാകുന്ന മരണനിരക്കിൽ 2ാം സ്ഥാനത്താണ്. കിഡ്നി അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ 2ാം സ്ഥാനത്താണ്. ഡയബറ്റീസ് നമ്മൾ 1ാം സ്ഥാനത്താണ്. ഇതിൻ്റെ ഇടയ്ക്ക് കേരളത്തിനൊരു പൊൻതുവൽ കൂടി കിട്ടി. അതാണ് ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, കേരളം. ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഇതിനൊക്കെ ഒരു കാരണം കണ്ടെത്താനാണ്. ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കണ്ടെത്താനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പം ഒരു മധുരത്തിൽ നിന്ന് തുടങ്ങുന്ന മാതിരി ഇതും നമുക്ക് മധുരം വെച്ച് തുടങ്ങാം. മധുരം, സ്വീറ്റ്, ഡയബറ്റിസ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. നമുക്ക് ആദ്യം NCDs തുടങ്ങാം. എന്താണ് NCD? എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? സോ ബേസിക്കലി അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്, അതായത് തരംതിരിക്കുകയാണ് അസുഖങ്ങളെ. ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ അത് പകരും. നമുക്ക് ഈ അസുഖം വേറൊരാളിൽ നിന്ന് ലഭിക്കാം. അങ്ങനെ ലഭിക്കാത്ത അസുഖങ്ങളെ എന്താ പറയുക? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരു വലിയ സ്പെക്ട്രമാണ്, വലിയൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ്. അതിൽ നമുക്ക് ഹൃദ്രോഗം വരും, ക്യാൻസർ വരും, പ്രമേഹം, രക്താതിസമ്മർദ്ദം, എല്ലാ അസുഖങ്ങളും വരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലാണ്. പക്ഷേ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകരാത്ത അസുഖങ്ങളിൽ ജീവിതശൈലി കൊണ്ട് കൂടുതലായിട്ടും ആ അസുഖം വരാനുള്ള ചാൻസും ആ അസുഖങ്ങളുടെ മോശാവസ്ഥയും ജീവിതശൈലി കൊണ്ട് വരുത്താവുന്ന അസുഖങ്ങൾ അത് ഏതൊക്കെയാണ്? ഹൃദ്രോഗമുണ്ട്, ഹൈപ്പർലിപ്പിഡീമിയ അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊഴുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രമേഹമുണ്ട്, രക്താതിസമ്മർദ്ദമുണ്ട്, ചില ക്യാൻസറുകളും ഉണ്ട്, ജീവിതശൈലി കൊണ്ട് വരാവുന്ന ക്യാൻസറുകളുണ്ട്. അപ്പൊ ഇതിനെ ഒരു ബ്രോഡർ ആയിട്ട് വിളിക്കുന്ന ടേം ആണ് എന്ത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലും എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ? അല്ല. ഓക്കെ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് ജീവിതശൈലി കൊണ്ട് ആ അസുഖത്തിന്റെ ട്രജക്ടറിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവരെയാണ് ജീവിതശൈലി രോഗങ്ങൾ വിളിക്കുന്നത്. ഇപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ അതിനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? എന്തായാലും ഞാൻ എന്ത് ചെയ്തില്ലെങ്കിലും ഈ അസുഖം വരും. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് മാത്രമാണെങ്കിൽ ഞാൻ ആ ജീവിതശൈലി ഇല്ല, എനിക്ക് വരില്ല. ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് രണ്ടും അല്ല അതിന്റെ ശരി. നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി എന്നാണ് ഡേവിസ് പറയുന്ന കണക്കുകൾ പറയുന്നത്, അല്ലെ? നമ്മൾ കേരളം ഇന്ത്യയുടെ ഡയബറ്റീസ് ക്യാപിറ്റലാന്ന് പറയുന്നു. ഇത്രയും അധികം ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വളരെ കുറച്ച് ആൾക്കാരെ എന്തെങ്കിലും അതിനെ മനസ്സിലാക്കി ചെയ്യുന്നുള്ളൂ. നമ്മൾ പറയുന്നു ഒരു 10 പേര് മരിക്കുകയാണെങ്കിൽ അതിൽ 6.1 ആള് മരിക്കുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലാണെന്നാണ് കണക്ക് പറയുന്നത്. അതായത് 2/3 ഓഫ് യുവർ ഡെത്ത്സ് ആർ ഇപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഡിസീസസിന്റെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ പ്രോഗ്രഷൻ പോലും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ്. ഇത് കണക്കുകളില്ലാത്തതോ അല്ല, പഠനങ്ങളില്ലാത്തതോ അല്ല, കൃത്യമായി അതൊരു പോപ്പുലേഷന്റെ ഒരു ബിഹേവിയറിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് ഈ സീരിയസ്നെസ് വന്നിട്ടില്ല. ഇത് വരുത്തലായിരിക്കും നമ്മളുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകത. നമുക്ക് അതായത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ച് അറിവ് നേടാനുള്ളൊരു ഗ്യാപ്പൊന്നും ഇല്ല ഒരിക്കലും. ഒത്തിരി നാളായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ചുകളും നമ്പേഴ്സും എല്ലാം വരുന്നുണ്ട് ഒത്തിരി നാളായിട്ട്. വൈ ഡു യു തിങ്ക് ഇതേവരെ ഇതിനെ ആരും സീരിയസ് ആയിട്ട് എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഓർ ഇത് നേരത്തെ എടുക്കേണ്ടതല്ലായിരുന്നോ? വൈ ഡു യു തിങ്ക് ദാറ്റ് വുഡ് ഹാവ് ഹാപ്പൻ? അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിന് കാരണമായിട്ട് പറയാം. കാരണം കാലഘട്ടത്തിലെ ജോലികൾ വ്യത്യാസം വന്നു, ഭക്ഷണ രീതികൾ വ്യത്യാസം വന്നു, നമ്മളുടെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമ്മൾ വിനോദത്തിന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ വ്യത്യാസം വന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമല്ല, ഒരു സൊസൈറ്റി മുഴുവനായിട്ട് മാറുന്നതിന്റെ ആ ജീവിതശൈലികളും ഒക്കെ മാറുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ ഈ അസുഖങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്
പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. നമ്മൾ ഇതിന്റെ ആ പ്രോഗ്രഷനെ മറന്നിട്ടുണ്ടാവും. ഇപ്പോ എങ്ങനെയാണ് പ്രമേഹം നമ്മൾ മനസ്സിലാക്കുന്നത്? എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആശുപത്രി പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നപ്പോഴോ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയൊക്കെയാണ് നമ്മൾ ഇപ്പൊ പ്രമേഹം ഉണ്ടോ എന്ന് മനസ്സിലാവുന്നത്. എത്ര പേര് ഇത് സ്ക്രീൻ ചെയ്യുന്നുണ്ടാവും എനിക്ക് ഈ പ്രമേഹം ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോ ഞാനൊരു പ്രാക്ടീസിങ് ഫിസിഷ്യനാണ്. അപ്പൊ എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വരുന്ന 60, 70, 80 വയസ്സുള്ള അമ്മമാരോ അച്ഛന്മാരുടെയോ കൂടെയുള്ള മക്കൾ അവർ 30കളിലോ 40കളിലോ 50കളിലോ ആയിരിക്കും. പക്ഷെ അവരുടെ കണ്ണിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ അസുഖമുണ്ട്, ഇതെന്നെ ബാധിക്കുന്നതേ ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ ആ ഗ്രേവ്നെസ്, അതായത് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ സയൻസിനും മോഡേൺ മെഡിസിനും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് തന്നെ നമ്മൾ വിചാരിക്കേണ്ടത്. അതായത് ഇത് കണക്കുകളിൽ ഇരുന്നിട്ട് കാര്യമില്ല, ദേശീയമായിട്ടുള്ള പ്രോഗ്രാംസിൽ ഇരുന്നിട്ട് കാര്യമില്ല. റൂട്ട് ലെവലിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം 2050 ആവുമ്പോഴേക്കും ഇന്ത്യയിൽ എത്രത്തോളം, ഇപ്പൊ തന്നെ നമ്മൾ 100 മില്യൺ കഴിഞ്ഞു എന്നാ പറയുന്നത് ഡയബറ്റീസ് പേഷ്യൻസിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. നമ്മൾ ചൈനയുടെ മുകളിൽ പോയി എന്നാണ് പറയുന്നത്. കൃത്യമായ ഡാറ്റയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതെ, നമ്മൾ ഈ ഡയബറ്റീസ് ഇത്രയും കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, ഇത് ആൾക്കാർ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു പ്രാക്ടീസിങ് ഫിസിഷ്യൻ ആയതുകൊണ്ട് തന്നെ വാട്ട് യു തിങ്ക് ഇതിന് മാത്രം വാട്ട് ഹാസ് ചേഞ്ച്ഡ്? അതായത് ഇത്ര പെട്ടെന്ന് ഇത്ര അധികം നമ്പേഴ്സ് കൂടാൻ വേണ്ടി, ഡബിൾ ട്രിപ്പിൾ നമ്പറൊക്കെ ആവാൻ വേണ്ടി മാത്രം വാട്ട് ഹാസ് സോ മച്ച് ചേഞ്ച്ഡ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഹാസ് പുഷ്ഡ് അപ്പ്? ഇപ്പോൾ ബേസിക്കലി പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. സോ നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മനസ്സിലാക്കണം. ഏതൊരു ജീവിക്കും അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള കെമിക്കൽ പ്രോസസ്സുകൾ കോശത്തിൻ്റെ ഉള്ളിൽ നടക്കണം. അതാണ് മെറ്റബോളിസം. അപ്പോൾ മനുഷ്യൻ ഒരു പ്രൈമേറ്റ് ആണ്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് നമ്മളുടെ മേജർ മെറ്റബോളിസം, നമ്മുടെ എനർജി മെറ്റബോളിസം ഗ്ലൂക്കോസുമായി ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഇതിന്റെ ഈ ചേഞ്ചിൽ ഈ മെറ്റബോളിസത്തിന് എത്രത്തോളം നമ്മളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതാണ് ഡയബറ്റീസിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? നമ്മുടെ പരിണാമത്തിന്റെ അവസ്ഥയിൽ നിന്ന് നോക്കുവാണെങ്കിൽ മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സ്കേഴ്സിറ്റിയെ, അതായത് റിസോഴ്സുകൾ ഇല്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ കുറവുള്ള ഒരു കാലഘട്ടത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരീരമായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ നടക്കുന്നത്? നമുക്ക് എപ്പോഴാണോ പണ്ടുള്ള കാലഘട്ടത്തിൽ ഭക്ഷണം കിട്ടിയിരുന്നു, നമ്മളൊരു ഹണ്ടർ ഗേദറർ ആയിരുന്നു, അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു, നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു, അതിന് ഊർജം ആവശ്യമുണ്ട്, കിട്ടുന്ന ഊർജത്തെ ശരീരം സൂക്ഷിച്ചു വെക്കും, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. ഇതാണ് പരിണാമം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യം. ഇവിടെ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് എന്താണ് അവസ്ഥ? ഇന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കിട്ടും. ചെറിയ അളവിലുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് തന്നെ വലിയ കാലറി നമുക്ക് കിട്ടും, വളരെയധികം ഊർജം കിട്ടും. ഇപ്പോൾ ആകെ ഒരു പ്രാചീന മനുഷ്യന് ഏറ്റവും കൂടുതൽ അങ്ങനെ കലറി കിട്ടിയിരുന്നത് തേനീച്ചകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന തേൻ കുടിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നല്ല ഒരു മീറ്റ് ഹണ്ട് നടത്തിയപ്പോഴാണ്. ആ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് അത്ര ഊർജം കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കിട്ടുന്ന ഊർജം എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഈ ആഹാരം തേടാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഒരുപാട് അലയുകയോ അല്ലെങ്കിൽ ശാരീരികമായ അധ്വാനങ്ങളോ ഉണ്ടായിരുന്നു. പിന്നെ കൃത്യമായ രീതിയിൽ നമ്മുടെ നമുക്ക് ആകെ ഒരു ലൈറ്റ് സോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, സൂര്യൻ മാത്രമാണ്. അപ്പൊ നമ്മുടെ എന്ത് ജോലി എന്താണ്? രാവിലെ വെളിച്ചം വേണം, വെളിച്ചം അവസാനിക്കുന്നിടത്ത് നമ്മുടെ ജോലികളും അവസാനിച്ചു. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സമയം മുഴുവൻ സ്ട്രെസ് റിലീഫിനാണ്, സ്ലീപ്പിനാണ്. ഇപ്പൊ ഏകദേശം ഡേവിസിന് ഇതിന്റെ പിടികിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഡോക്ടറിന്റെ ഇതിലുണ്ട്. എങ്കിലും ഞാൻ ആദ്യമായിട്ട് വേറെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം ചോദിക്കാം. ഒന്ന്, മെറ്റബോളിസം എന്ന് പറഞ്ഞു, എന്ത് പ്രോസസ്സിനാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നതെന്ന് പറയാം? ഇപ്പോൾ ഒരു ജീവിയുടെ കോശങ്ങൾ, അത് നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. അത് മൃഗമാവാം, പ്ലാന്റ് ആവാം, ചെടിയാവാം, ഏത് ജീവനുള്ള കാര്യങ്ങൾക്കും ഊർജം ഉണ്ടാക്കാനുള്ള ഒരു ഉപാപചയ പ്രക്രിയ, ദാറ്റ് മീൻസ് മെറ്റബോളിക് ഒരു പാത്വേ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ കോശങ്ങളിൽ നമുക്കുള്ളത്, നമുക്ക് എയ്റോബിക് ഓക്സിജൻ ഉപയോഗിച്ചിട്ടുള്ള പാത്വേസും ഉണ്ട്, ഓക്സിജൻ ഉപയോഗിക്കാത്ത പാത്വേസും ഉണ്ട്, എനറോബിക് പാത്വേസും ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്യൂവലിനെ ഉപയോഗിക്കുന്നു, ഊർജം ഉണ്ടാക്കുന്നു. ഈ ഊർജം നമ്മളുടെ ദൈനംദിന പ്രക്രിയകൾ, അതായത് നമുക്ക് ശ്വസിക്കണം, ലങ്സ് വർക്ക് ചെയ്യണം,
ഹാർട്ട് വർക്ക് ചെയ്യണം, നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ താപനില മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം ആവശ്യത്തിനുള്ളത് അവിടെ കണ്ടിന്യൂസ്ലി നടക്കുകയും റിക്വയർമെന്റിനനുസരിച്ച് കൂട്ടാൻ പറ്റുകയോ കുറയ്ക്കാൻ പറ്റുകയോ ആയിട്ടുള്ള ഒരു റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ കൂടിയാണ് മെറ്റബോളിസം. ഇപ്പൊ നിങ്ങൾ 100 മീറ്റർ, ഇപ്പൊ ഉസൈൻ ബോൾട്ടിനും ഞാനും ഒരേ ഗ്രൂപ്പ് എന്നുള്ള ആൾക്കാരാണ് അല്ലെ, ഹോമോസാപ്പിയനാണ്. അപ്പോൾ 9.2 അല്ലെങ്കിൽ ആ വിത്തിൻ 10 സെക്കൻഡ്സിൽ 100 മീറ്റേഴ്സ് കവർ ചെയ്യുന്ന ഉസൈൻ ബോൾട്ട് ജനറേറ്റ് ചെയ്യുന്ന എനർജി എനിക്ക് ഒരിക്കലും മെറ്റബോളിസം എന്റെ ബോഡി ബിൽഡ് ചെയ്യുന്നില്ല, ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അതിനെ മെറ്റബോളിസത്തിനെ നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ റെഗുലേഷൻ, മെറ്റബോളിക് റെഗുലേഷൻ തന്നെയാണ് ആക്ച്വലി പ്രമേഹത്തിന്റെ കാരണവും. ഓക്കെ, അതായത് നമ്മുടെ ശരീരം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമായ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യമായ എനർജി ഉണ്ടാക്കുന്ന പ്രോസസ് ത്രൂ നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴി ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ അത് ദോശയാണ്, ഇഡ്ഡലിയാണ്, അല്ലെങ്കിൽ ചിക്കനാണ് ഇത്. പക്ഷെ എൻഡ് ലെവലില്, അവസാനത്തെ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് തന്മാത്രയാണ്, അല്ലെങ്കിൽ ഫ്രീ ഫാറ്റി ആസിഡ് ആണ്, അല്ലെങ്കിൽ അതൊരു അമിനോ ആസിഡ് ആണ്. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ ലെവലിലേക്ക് പോകുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്ന ഒരു ബ്രോഡർ, നമുക്ക് എന്താ പറയുക, വിശപ്പ് തോന്നുന്നതോ ഇഷ്ടം തോന്നുന്ന അവസ്ഥയിൽ നിന്ന് ശരീരത്തിന് ഇതൊന്നും ഒരു വലിയ വ്യത്യാസങ്ങളില്ല. ബിക്കോസ് അത് ആമാശയത്തിൽ എത്തുന്നതോടുകൂടി തന്നെ ഇതെല്ലാം വിഘടിക്കുന്നു, ചെറിയ ചെറിയ മോളിക്യൂൾസ് ആവുന്നു, ഫണ്ടമെന്റൽ തന്മാത്രകളിൽ എത്തിയിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നു.